ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ ഡേ 3 നമ്മളിപ്പോ ഉള്ളത് ഡാൻഡേലി വാട്ടർ ആക്ടിവിറ്റിക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കുന്നതിന് സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ 5 ദിവസത്തെ ട്രിപ്പാണ് ഗായ്സ്. അപ്പം നമ്മള് ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈവൻ ഹോളിഡേയ്സ് ആണ്. പിന്നെ നമ്മള് പ്ലേസസ് ഹംപി, ഡാൻഡേലി, ചിക്കമംഗ്ലൂർ, ഗോകർണ. നമ്മുടെ അടുത്ത കോർഡിനേറ്റർ അഭിരഞ്ജ്. പിന്നെ ഈ ഒരു റിസോർട്ടിൽ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. ഗെയിംസ് കളിക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. കാരണം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലും തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം അത്രക്ക് വെറൈറ്റി ഫുഡ് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് എടുത്ത് കഴിക്കാം. നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡ് തിന്നാനുണ്ട്. ആ ഒരു ഫുഡ് മെനുവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു നമുക്ക് ലാസ്റ്റ് മധുരം കഴിക്കാൻ ഉണ്ടായിരുന്നത് ചോക്കോസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു ചോക്കോസ് ലവർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷം ഞാൻ നേരെ പോയത് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞാനിത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് ആയിട്ട് കളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇതിപ്പം കണ്ടത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞു. നമ്മളിനി റെഡി പോകുന്നു. പറ. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ പിള്ളേരെല്ലാവരും ഭയങ്കര ഡാൻസും വൈബും ഒക്കെ ആയിരുന്നു. വെള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടും അവിടെയും പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതേ ബോക്സും പൊക്കി നടക്കുന്ന എന്റെ ഫ്രണ്ടാണിത്. കോളേജിൽ നിന്ന് കുറെ പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ചാൻസിന് വെയിറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോ സംസാരിച്ചിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു ഹോൾഡൊക്കെ വെച്ചിട്ടാണ് ഇവൻ പിന്നെ വായി തുറന്നാൽ ഇതാണ് അവസ്ഥ. ഒന്നുകിൽ ഇങ്ങനെ പൊങ്ങച്ചൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തള്ളിക്കൊണ്ട്. അങ്ങനെ നമ്മുടെ ഫോണും ഡ്രസ്സും ഒക്കെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എന്റെ ഫോൺ വെച്ചിട്ട് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ റൈഡ്. പിന്നെ ഇതൊക്കെ നമ്മൾ അങ്ങ് തള്ളി മറിച്ച് ഉണ്ടാക്കുന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ കയറിയതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എത്തിയിട്ട് അവസാനം ചിരിച്ച് ചത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്നെ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണീട്ട് 2 ടീമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിൽ കയറുമ്പോൾ ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ റൈഡും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കയറാൻ പോകുന്നതാണ് അങ്ങനെ ഒരു ബോട്ടില് 8 ആൾക്കാർ വെച്ച് കയറിയിട്ട് നമ്മുടെ റാഫ്റ്റിംഗ് ഇവിടെ സ്റ്റാർട്ടായി. All you ready for rafting ride? Yeah! 2, 3, start. Coca-Cola, Pepsi. Dandeli, Pepsi. Harpoy. Hero, hero. Dittitei, dittitei, belaledo. Dittitara, dittitei. 2, 3, jump. Madam, ഇങ്ങോട്ട് വാ. ഹലോ, കയ്യിൽ പിടിച്ച് എല്ലാവരും. ഞാൻ ഈ ഒരു റൈഡില് കേറണോ കേറണ്ടെന്നൊക്കെ കുറെ ചിന്തിച്ചിട്ട് അവസാനം കേറാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ കയറിയത്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഡാൻഡലിയിൽ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് റാഫ്റ്റിംഗ് ചെയ്തിരിക്കണം. അതിനെയും കാട്ടി വലിയൊരു എക്സ്പീരിയൻസ് ഇതിൽ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഈ കാണുന്നവരാണ് നമ്മുടെ ടൂറിന്റെയും അതുപോലെ ബസ്സിന്റെയും ഒക്കെ ചേട്ടന്മാർ. ലഞ്ച് കഴിക്കാൻ നമ്മൾ ഈ റിസോർട്ടിൽ എത്തുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോഴേക്കും എന്റെ പകുതി വിശപ്പൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയാൻ തോന്നിയ കാര്യം ഈ റിസോർട്ടിനെ കുറിച്ചാണ് കേട്ടോ. ഇതിന്റെ ആംബിയൻസും റൂംസ് ആയാലും എല്ലാം അത്ര അടിപൊളിയായിരുന്നു. ഞാനാകെ തളർന്ന് ക്ഷീണിച്ച് എന്റെ അപ്പുറത്തെ ഫ്രണ്ട്സിന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഇവർ ഇവിടുന്ന് TV-യിൽ മറ്റേ വീഡിയോ വെച്ചിട്ട് ഫുൾ ഡാൻസ് കളിച്ച് വൈബാക്കുമായിരുന്നു. പൂളില് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് നല്ല വലിയ പൂളും അതുപോലെ ഭയങ്കര നമ്മൾ പിന്നെ വാട്ടർ ആക്ടിവിറ്റിക്ക് കുറേ ടൈം കളഞ്ഞുകൊണ്ട് നമുക്ക് ഈ പൂളിൽ കളിക്കാനും അതേപോലെ റിസോർട്ടൊക്കെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യാനും അത്ര ടൈമൊന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേട്ടോ അവസാനമായിട്ട് സ്കൂളിന് ട്രിപ്പ് പോകുന്നത്. അന്നാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ പൂളിൽ കളിച്ചതും. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകുന്നതിന്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഈ ചിക്കനും മുട്ടയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ നേരവും ഓരോ വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വെള്ളത്തിലുള്ള ഏകദേശം എല്ലാ കളികളും കഴിഞ്ഞു. ഇപ്പം നമ്മൾ എല്ലാവരും കുളിച്ച് മാറ്റി അതിന്
ക്യാമ്പ് ഫയർ ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഇത്രയും ദിവസം, അതായത് ഒരു 3 ദിവസത്തിനെയും കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസം ഇന്നാണ് ഗൈസ്. ഇന്ന് ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു. കുറേ ചിരിച്ചു, രസിച്ചു, കളിച്ചു. പിന്നെ ഈ കാണുന്ന നമ്മുടെ ബസ്സിന്റെ മുന്നിൽ പോയിട്ട് കുറച്ച് പൂക്കുറ്റിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ നേരെ പോയത് ക്യാമ്പ് ഫയറിനായിരുന്നു. എനിക്ക് അന്ന് ഈ ക്യാമ്പ് ഫയറിന് ഇരിക്കുമ്പോൾ ആയാലും അതേപോലെ ഈ വീഡിയോ എടുക്കുമ്പോൾ ആയാലും പ്രത്യേകിച്ച് വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് അപ്പോൾ കിട്ടേണ്ട ഫീല് ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കൂടി ആയിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് പിന്നെ അവളുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ എത്രയോ വർഷങ്ങൾ കൂടിയിട്ട് ഒരു ട്രിപ്പിന് പോയോണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഒരു ട്രിപ്പ് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ട്രിപ്പിൽ ഫുഡിൻ്റെ ആയാലും റൂമിൻ്റെ ആയാലും ബസ്സിൻ്റെ ആയാലും എവിടെയും നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് തോന്നിപ്പിക്കാത്ത നമ്മുടെ ഈവൻ ഹോളിഡേയ്സിനോടായാലും അതേപോലെ നമ്മുടെ കോർഡിനേറ്റേഴ്സിനോടായാലും എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. അങ്ങനെ കേക്ക് മുറിയും പടക്കം പൊട്ടിക്കലും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. എന്താ പറയുക, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഗായ്സ്. 3 മണിയായി ടൈം. എന്നിട്ട് നമ്മൾ ഇപ്പാണ് ഉറങ്ങാൻ പോകുന്നത്. അതുവരെ നമ്മൾ കുറച്ച് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഫ്ലാഷ് അടിച്ചിട്ടാണ് ഈ വീഡിയോ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കുന്നത്. അപ്പം ഇനി നമ്മളെല്ലാം ഉറങ്ങിയിട്ട് ഇനി നാളെ രാവിലെ പിന്നെയും എണീച്ചിട്ട് നമുക്ക് ഗോകർണത്തേക്ക് പോകാം. യെസ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.